കേന്ദ്ര സർക്കാർ വലിയൊരു നീക്കത്തിലാണെന്ന് നമുക്കറിയാം. മോദിയും അമിത്ഷായും ഒക്കെ ചേർന്നുകൊണ്ട് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്തുകയും ചെയ്യണം. എന്താണ് ഈ ഡീപ്പായിട്ടുള്ള വളരെ ഇന്റൻസീവായിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി? ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയം. അതിലൂടെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നിവ നടപ്പിലാക്കണമെന്നാണ് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രസ്താവനകളൊക്കെ നടത്തുകയും പ്രതിപക്ഷം അതിൽ ചില കമന്റ്സ് ഒക്കെ പറയുകയും ചെയ്തു. പക്ഷേ നോക്കൂ, കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അക്കമിട്ട് ഓരോന്നായിട്ട് നടപ്പിലാക്കുകയാണ്. ചില കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം, തമിഴ്നാട്ടില് വിജയുടെ TVK ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. ഈ മുന്നേറ്റം നടത്തുന്ന സമയം നമ്മൾ പറഞ്ഞല്ലോ, ആരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വിജയ് പോലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സീറ്റുകളൊക്കെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിജയിനെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിജയം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ DMKയെ വിജയ് പരാജയപ്പെടുത്തിയത് വെറും ഒരു ഭരണമാറ്റമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നുള്ള ചില നറേറ്റീവ്സ് ഒക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും DMK ഒറ്റപ്പെട്ടുന്നു. കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. ഇപ്പൊ കൂടി ഉദയനിധി സ്റ്റാലിൻ കൂടി പറയുന്നുണ്ട്, വിശ്വസിക്കാൻ കൊള്ളൂല ഇവറ്റകളെ എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും ചെയ്തത് ഒരു വല്ലാത്ത ചെയ്തായി പോയി. രായ്ക്ക് രാമായണം പോയിട്ട് TVKയിൽ ചേർന്നു, മന്ത്രിസ്ഥാനമൊക്കെ കിട്ടി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇത്രയും നാളും കൂടെ നിന്ന മുന്നണിയാണ്. ചേട്ടാ ഞാൻ പോകുന്നു, ബൈ ബൈ എന്ന് പറയേണ്ട ഒരു മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. എന്തായാലും ഇന്ത്യയുടെ ഭരണഘടനയെ തിരുത്തി എഴുതാനുള്ള താക്കോൽ BJPയുടെ കയ്യിലേക്ക് എത്തിക്കുകയാണോ TVK ചെയ്തിട്ടുള്ളത്? നോക്കൂ, സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത്. ഈ ദ്രാവിഡ പാർട്ടികളുടെ കുത്തക, അതായത് DMK ആയിക്കോട്ടെ, AIDMK ആയിക്കോട്ടെ, ഇതെല്ലാം തകർത്തിട്ടാണ് തമിഴ്നാട്ടിൽ വിജയുടെ വമ്പിച്ച വിജയം ഉണ്ടാകുന്നതും TVK അധികാരത്തിലെത്തുന്നതും. അപ്പോൾ അവിടെ പ്രശ്നത്തിലായത് സത്യത്തിൽ DMK ആണ്. DMKക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലാണ്. ഇപ്പൊ CPM ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങുമില്ല. രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കാൻ പോലുമുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു പോലുമില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് DMKയും തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ DMKയുടെ രാഷ്ട്രീയം ഇനി എന്താവും, DMKയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള ചർച്ചാ വിഷയം ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കടുത്ത ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. സനാതനധർമ്മം വൈറസ് ആണെന്നും അതിനെ തുടച്ചു മാറ്റണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ള, അത്രത്തോളം കടുത്ത വർഗീയത പറഞ്ഞിട്ടുള്ള MK സ്റ്റാലിൻ്റെ DMK ഒരു പിൻവാതിൽ വഴി ഒരു ഡീലിന് ഒരുങ്ങുന്നുണ്ടോ? അതും BJPയുമായിട്ട്. അങ്ങനെയുള്ള ചില സാധ്യതകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളെല്ലാം മാറ്റി നിർത്തി രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തന്ത്രപരമായിട്ടുള്ള കണക്കുകൂട്ടലുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, ഈ പിൻവാതിൽ സഖ്യത്തിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ ഇങ്ങനെ ചെയ്തോ, ഞങ്ങൾ ഇങ്ങനെ നിഷ്ക്രിയരായിട്ട് ഇവിടെ ഇരുന്നോളാം, ചെയ്യുമ്പോൾ ഒരുമിച്ച് വോട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തോളാം, അതിൽ വേറെ എന്തെങ്കിലും ഒരു കുൽസിതം ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇതിപ്പോ നേരിട്ട് പോയാലല്ലേ. നിലനിൽപ്പില്ലെങ്കിൽ പിന്നെ എന്തോന്ന് DMK, എന്ത് സ്റ്റാലിൻ, എന്ത് ഉദയനിധി സ്റ്റാലിൻ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. സത്യത്തിൽ BJP DMKനെ ചേർത്ത് പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുന്ന കാര്യമൊന്നും അല്ല നടക്കുന്നത്. അവരെ വരിഞ്ഞു മുറുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേന്ദ്രത്തിന് ഇപ്പോൾ വേണ്ടത് എന്താണ്? പാർലമെന്റിൽ സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ പാസ്സാക്കാനായിട്ട് കർശനമായ 2/3 ഭൂരിപക്ഷം വേണം. അതിപ്പോൾ നിലവിൽ കേന്ദ്രത്തിൽ അതില്ല, BJPക്ക് അതില്ല എന്നുള്ളതാണ്, NDAക്ക് അതില്ല എന്നുള്ളതാണ്. DMKയുടെ പ്രശ്നം എന്താണ്?
DMK എന്ന് പറയുന്നത് ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി പോലീസിന്റെ നിയന്ത്രണം DMKയ്ക്കില്ല. അതോടുകൂടി പാർട്ടിയുടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇവരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പാകത്തിനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി ഒരു വരിഞ്ഞു മുറുക്കലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ അഴിമതി അന്വേഷണമൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ അന്വേഷണം മരവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പകരമായിട്ട് കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് മെല്ലെ അങ്ങ് ചെല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലേക്ക് കേന്ദ്രം DMKയെ എത്തിച്ചതാണോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ ഒരു രഹസ്യ ഡീല് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DMK പാർലമെന്റിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് വേണ്ട. വോട്ട് ചെയ്താൽ പോലും DMK പിൻവാതിലൊരു സഖ്യത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലും വേണ്ട. പകരം ഈ നിർണായകമായിട്ടുള്ള ചില ബില്ലുകളൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ 1 ഇന്ത്യ 1 ഇലക്ഷൻ, മണ്ഡല പുനർനിർണയം ഒക്കെ വരുമ്പോൾ DMK MP-മാര് അവിടെ നിന്ന് വോട്ടെടുപ്പിൽ നിന്ന് അങ്ങ് പൂർണ്ണമായിട്ടും മാറി നിന്നാ പോരെ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയാ പോരെ. ഇതൊന്നും ചെയ്യാത്ത ആളുകളൊന്നും അല്ലല്ലോ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇവരങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിലൂടെ സഭയിലെ ആകെയുള്ള വോട്ടുകളുടെ എണ്ണം അങ്ങ് കുറയും. അപ്പൊ സഭയിൽ ആ ബില്ലെടുക്കുന്ന സമയത്ത് എത്ര പേരുണ്ടോ അതിൻ്റെയാണ് ഭൂരിപക്ഷം കണക്കാക്കുക. അതിൽ നിന്ന് ഈ ഭാഗം ഇറങ്ങിപ്പോയിട്ടുള്ള എണ്ണമാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടാണ് 2 ഭൂരിപക്ഷം കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ സഭയിലെ ആകെ വോട്ടുകളുടെ എണ്ണം ആകെ കുറയും. യാതൊരു ഔദ്യോഗിക സഖ്യവും ഇല്ലാതെ തന്നെ എന്ത് സംഭവിക്കും? BJPയുടെ നിലവിലുള്ള അംഗബലം ഉപയോഗിച്ച് അവർക്ക് അനായാസം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത് കടമ്പ വളരെ സുഖകരമായിട്ട് കടക്കാനും സാധിക്കും. DMKയുടെ നേതാക്കൾ ജയിലിൽ പോകാതെ തന്നെ രക്ഷപ്പെടുകയും ചെയ്യും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ അത് നടക്കുകയും ചെയ്യും. ഇതിപ്പോ BJP ആയതുകൊണ്ടല്ല, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന സർക്കാരിന്റെ കാലത്തും ഈ സംസ്ഥാനങ്ങളിൽ പോലും നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചില രഹസ്യ ബാന്ധവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കളികളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന മണ്ഡല പുനർനിർണയവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാ. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണയാണ് ഒരു വോട്ടിന് വേണ്ടിയിട്ട് സമയം കളയുന്നത്? അപ്പോൾ ഒറ്റ ഇലക്ഷനിലൂടെ ഈ പറയുന്ന എല്ലാ പ്രക്രിയകളും പൂർത്തിയായി എല്ലാ ഇതിലേക്കുമുള്ള ഇലക്ഷൻ, തദ്ദേശമായിക്കോട്ടെ നിയമസഭയായിക്കോട്ടെ അല്ലാതെ ഉള്ളതായിക്കോട്ടെ ഒക്കെ ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കും സമാധാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സുപ്രധാനമായിട്ടുള്ള ബില്ലുകളൊക്കെ പാസ്സാക്കി എടുക്കാനായിട്ട് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ BJP DMKയെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എത്തിച്ചെങ്കിൽ ബാക്കി എന്തെല്ലാം കളികളൊക്കെ നടന്നിട്ടുണ്ട്, ഇതെല്ലാം പുറത്തു വരേണ്ടത് തന്നെയാണ്. ചില സാധ്യതകളാണ് ഈ ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് DMK പോലുള്ള ഒരു പാർട്ടി പ്രത്യക്ഷത്തിൽ വന്നിട്ട് BJPയെ പോലൊരു പാർട്ടിയിൽ നേരിട്ട് അനുകൂലിച്ച് പറയും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് അനുകൂലിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവർ പിന്തുടർന്നു പോന്നിട്ടുള്ള ഒരു ഐഡിയോളജിയും അവരുടെ തീവ്ര ഹിന്ദുത്വ വിരുദ്ധ നിലപാടുകളുമെല്ലാം അതിലൂന്നി കൂടെ നിൽക്കുന്നവരും എല്ലാം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആളുകളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കുകയും എന്താ പറയുക, പരോക്ഷമായിട്ട് ഇത്തരത്തിൽ സഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് മുതലായിട്ടുള്ള കലാപരിപാടികളിലേക്കൊക്കെ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ആർക്കത് ഗുണം ചെയ്യും? BJPക്ക്.